ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം. നമ്മൾ ഷൂ ഒക്കെ എവിടെയെങ്കിലും പോയൊക്കെ വന്നിട്ട് അയച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന് ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും. ഇത്തിരി വെള്ളമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മണം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു മണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ ഒരു കർപ്പൂരം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പൊതിഞ്ഞിട്ടൊന്ന് മടക്കിയിട്ട് ഒന്ന് ഈ ഒരു ഷൂവിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ അകത്തുള്ള എല്ലാ തരത്തിലുള്ള സ്മെല്ലും പോയി കിട്ടും. ഇനി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു പേപ്പർ എടുത്ത് മാറ്റിയാൽ മതി. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മുടെ ഷൂവിനകത്തൊക്കെ നല്ല അഴുക്ക് പിടിച്ചെടുക്കുന്ന സമയത്ത് ഇത് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴായിരിക്കും കാണുക. ആ ടൈമിൽ നമുക്കിത് വെള്ളമൊന്നും ഉപയോഗിച്ച് കഴുകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഷൂ നമുക്ക് എപ്പോഴും വെള്ളമൊന്നും ഉപയോഗിച്ചിട്ട് കഴുകിയാൽ പെട്ടെന്ന് തന്നെ പോവുമല്ലോ. ആ ഒരു ടൈമിൽ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ച് ഈ ഒരു അഴുക്കുള്ള ഭാഗത്തേക്കൊന്ന് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഉരച്ചു കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് സമയം നമ്മൾ ചെയ്യുമ്പോഴേക്കും തന്നെ ഈ ഒരു അഴുക്കൊക്കെ പൂർണ്ണമായിട്ട് പോവും. വെള്ളം ഒട്ടും വേണ്ട. എന്നിട്ട് നനഞ്ഞ തുണി എടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ തുടച്ചാൽ മതി കേട്ടോ. എത്ര കടുകട്ടിയായിട്ട് കിടക്കുന്ന അഴുക്കും ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകി കളയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. വെള്ളമൊന്നും ഉപയോഗിക്കാതെ തന്നെ ഈ ഒരു അഴുക്ക് മുഴുവനായിട്ടും പോയിട്ടുണ്ട്. നമ്മൾ പെട്ടെന്നൊക്കെ എവിടെയും പോകുമ്പം ഈ ഒരു ടിപ്പ് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ ഒരു ഷൂവിൻ്റെ ആദ്യത്തെ ഈ ഒരു ഇതും ഇപ്പോഴും ഈ അഴുക്ക് പോയ ശേഷമുള്ളൊരു ഇത് കണ്ടില്ലേ. അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ അരി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിക്കുമ്പം ഇതേപോലെ കെട്ടിയിട്ടാണ് കിട്ടുക. ഈ ഒരു കെട്ട് നമുക്ക് അഴിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ കത്രിക എടുത്ത് വെട്ടോ കത്തി വെച്ച് മുറിക്കുകയൊക്കെയാണ് ചെയ്യുക. ഈ ഒരു കവർ നമുക്ക് എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കെട്ട് നമ്മൾ അതിൻ്റെ ഒരു അറ്റം പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കോട്ടേക്കൊന്ന് തള്ളിയാൽ മതി. എത്ര ടൈറ്റായിട്ട് കിടക്കുന്ന കെട്ടാണെങ്കിലും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു കവർ നമുക്ക് വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാനും വേണ്ടി പറ്റും. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇതേപോലത്തെ കമ്മലൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ഒരു കമ്മൽ പറ്റണമെന്നില്ല. അതിടുമ്പം ചിലപ്പം ചെവി പഴുക്കുക, ചൊറിച്ചിൽ അങ്ങനത്തെ ഇതൊക്കെ വരും. ഈ ഒരു വരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ കമ്മൽ ഇടുന്നതിൻ്റെ മുമ്പായിട്ട് ഈ ഒരു കമ്മൽ ഈ ഒരു ആണി വരുന്ന ഭാഗം ഒരു വെളുത്തുള്ളി അല്ലി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്നിങ്ങനെ കുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കാതിലേക്ക് ഇടുകയാണെങ്കിൽ കാതിന് പഴുപ്പോ അങ്ങനെ ചൊറിച്ചിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ വേറൊരു ടിപ്പും കൂടെ ഉണ്ട്. ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് വാസ്ലിനാണ് വേണ്ടത്. കുറച്ച് വാസ്ലിൻ എടുത്ത ശേഷം ഈ ഒരു കാതിലിൻ്റെ ആണിമേലും അതേപോലെ തന്നെ നമ്മളെ കാതിലിൻ്റെ ഈ ഒരു ഹോൾസില്ലേ അവിടെയും കൂടെ ഒന്ന് തേച്ച് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോഴും കാതിലിന് ഈ ഒരു ഇങ്ങനത്തെ കമ്മലൊക്കെ ഇടുന്ന സമയത്ത് പഴുപ്പോ അല്ലെങ്കിൽ ചൊറിച്ചിലോ അങ്ങനത്തെ ഒരു സാധനവും വരത്തില്ല കേട്ടോ. ഇനി അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ ഇതേപോലെ കുറേ അരിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പം കുറച്ച് കാലം കഴിയുമ്പോഴേക്കും തന്നെ അതിൻ്റെ അകത്ത് പലതരത്തിലുള്ള പ്രാണികളും അതേപോലെ തന്നെ അരി കട്ട കെട്ടി പോവുക, പിന്നെ പുഴുക്കളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ആ ടൈമിൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത ശേഷം അതിലേക്ക് 1-2 കർപ്പൂരം വെച്ച് കൊടുക്കുക. കർപ്പൂരം പൊട്ടിക്കാതെ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ കർപ്പൂരം പൊട്ടിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും തരിയൊക്കെ അരിയിലേക്ക് വീണ് കഴിഞ്ഞാൽ ഒത്തിരി സ്മെല്ലുണ്ടാവും. ഈ ഒരു സ്മെല്ല് പിന്നെ മാറത്തില്ല. ഇതേപോലെ ടിഷ്യൂ പേപ്പർ 1-2 മടക്കാക്കിയ ശേഷം പൊട്ടിക്കാതെ തന്നെ കർപ്പൂരം ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് കുടുക്കിയിട്ട് അരിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വാസ്ലിനാണ്. കുറച്ച് വാസ്ലിൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മഞ്ഞൾപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അങ്ങനത്തെ മഞ്ഞൾപ്പൊടി തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പാക്കറ്റ് മഞ്ഞൾപ്പൊടി എടുക്കാതിരിക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതേപോലെ നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ കണ്ണിൻ്റെ താഴെയൊക്കെ ഉണ്ടാകുന്ന ചുളിവൊക്കെ മാറാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇത് സഹായിക്കും കേട്ടോ. കണ്ണിൻ്റെ താഴെയുള്ള ചുളിവ്, അതേപോലെ നമ്മൾ മുഖത്തൊക്കെ കുരുക്കളൊക്കെ വന്നിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കറുപ്പ് പാടുകളൊക്കെ മാറാൻ വേണ്ടി ഇത് സഹായിക്കും. ഒരു 3-4 പ്രാവശ്യം തേക്കുമ്പോഴേക്കും തന്നെ ഈ ഒരു കണ്ണിൻ്റെ താഴെയുള്ള ചുളിവും കറുപ്പും അതേപോലെ തന്നെ മുഖത്തുള്ള പാടുകളൊക്കെ പൂർണ്ണമായിട്ട് തന്നെ മാറിയിട്ടുണ്ടാവും കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ദൂരസ്ഥലത്തൊക്കെ യാത്ര ചെയ്താലോ അല്ലെങ്കിൽ ബസ്സിലൊക്കെ ഒത്തിരി നേരം ഇരുന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടൊക്കെ വരുന്ന ഒരു തലവേദനയുണ്ട്. ഈ ഒരു തലവേദനയൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു സെലോ ടേപ്പ് ഇതേപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉലുവ ഒന്ന് വിതറി ഇട്ട് കൊടുക്കുക. ഇത് നേരെ നമ്മുടെ
ഈ ഒരു തലവേദന വരുന്ന സമയത്ത് നമ്മുടെ നെറ്റിയിലേക്ക് അങ്ങ് ഒട്ടിച്ച് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു തലവേദന പൂർണ്ണമായിട്ടും മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒത്തിരി ദൂരം ബസ്സിലൊക്കെ ഇരുന്നാൽ ഈ ഒരു തലവേദന വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്ത് നോക്കാറ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് ഇല്ല എങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞു കേട്ടോ. അപ്പം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പം ആർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.